നിങ്ങൾ സ്റ്റുഡിയോ എന്നൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോന് പ്രത്യേക രസമായിരിക്കും കാണാൻ. HD ദൃശ്യ മികവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഒരു അടിപൊളി ദൃശ്യ മികവായിരിക്കും തരുന്നത്. എന്നാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ അത്രയും ദൃശ്യ മികവോ അതുപോലെ തന്നെ ക്ലാരിറ്റിയോ ഒന്നും ഉണ്ടാവാറില്ല. എന്നാൽ ഇത് ഓട്ടോ ജനറേറ്റ് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങളെടുത്ത ഫോട്ടോ ക്ലിയർ ഉള്ളതും ക്ലിയർ ഇല്ലാത്തതും എന്തുമായിക്കോട്ടെ, അത് AI സാങ്കേതിക വിദ്യയിലൂടെ കൺവേർട്ട് ചെയ്തിട്ട് HD ദൃശ്യ മികവാക്കി തരും. മാത്രവുമല്ല, നമ്മളൊരു ആൽബത്തിൽ നിന്നൊക്കെ പഴയകാല ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് HDയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒറിജിനൽ ഫോട്ടോയുടെ ക്ലാരിറ്റി ഉണ്ടാക്കി തരും. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണെങ്കിൽ അത് കളറാക്കി തരും. അങ്ങനെ നിരവധി ഫീച്ചേഴ്സ്, നമുക്ക് ക്ലാരിറ്റി കൂട്ടാം, ക്ലിയർ കൂട്ടാം, കളർ കൂട്ടാം, അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഉള്ള അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ ഫ്രീ വെർഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് പരസ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും, അതുപോലെ തന്നെ ലിമിറ്റഡ് ആണ്. ഇതിന്റെ ഫുൾ പ്രീമിയം ആപ്ലിക്കേഷന് ഫ്രീ ആയി കിട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ എങ്ങനെയെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആപ്ലിക്കേഷന് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനാണ് വരാം. അപ്പോൾ മുകളിൽ ഒരു എക്സിറ്റ് പോകേണ്ട ടിക്ക് മാർക്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടാൻ ബ്ലറായി പോയ ഫോട്ടോ ക്ലിയർ ചെയ്യുന്ന ഓപ്ഷനാണ്. പിന്നെ കാർട്ടൂൺ ചെയ്യുന്നത്, സാധാരണ ഫോട്ടോ നമ്മുടെ കാർട്ടൂൺ എഫക്റ്റിലേക്ക് പോകേണ്ടത്, അതുപോലെ തന്നെ ബ്യൂട്ടി, അതായത് നമുക്ക് കുറച്ചുകൂടി ബ്യൂട്ടി ആക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കാൻ, അതുപോലെ കുറച്ചും കൂടി ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ഇപ്പോൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കളറും, ഇതിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കി തരുന്നത്. പിന്നെ പഴയ ഫോട്ടോയ്ക്ക് റീസ്റ്റോർ ചെയ്യുന്ന ഒരു ഓപ്ഷന്, അങ്ങനെ ആണ് ഇതിൽ കിടക്കുന്ന ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗാലറി ആക്സസ് ചോദിക്കും, ആക്സസ് അലോ കൊടുക്കുക. ഓക്കെ, എനിക്ക് കുറേ ഫോട്ടോസ് ഇവിടെ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ ഭാവനയുടെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഇത് വളരെ ക്ലാരിറ്റി കുറവാണ്, സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം ക്ലാരിറ്റി വളരെയധികം കുറവാണ്. ഇത് ഒന്ന് ക്ലാരിറ്റി ആക്കി എടുക്കാം. അതിനായി ഇവിടെ 3x 1x എന്ന ഓപ്ഷൻ കാണാം. ഞാൻ 3xലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതാണ് ഒന്നുകൂടി ബെറ്റർ ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, ഇങ്ങനെ ഒരു ലോഡിങ് വരും. ഇത് 100% ആവാൻ കാത്തിരിക്കാം. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട്. ഓക്കെ, 100% ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ പഴയ ക്ലാരിറ്റിയും ഇപ്പോഴുള്ള ക്ലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇതാ, അത്രയും ക്ലാരിറ്റിയോടെ എനിക്ക് ഈ ഫോട്ടോ HD റെസൊല്യൂഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് സേവ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് സേവ് ചെയ്യാം. ഇനി ഇത് കുറച്ചും കൂടി ബ്യൂട്ടി ആക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ അത് സേവ് ആയിക്കോളും ഗാലറിയിൽ. ഓക്കെ, ഇനി ബ്യൂട്ടി എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. ബ്യൂട്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പം ക്ലിയർ ആക്കിയ ഫോട്ടോ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ക്ലിയർ ആക്കിയ ഫോട്ടോ അത് കുറച്ചുകൂടി ബ്യൂട്ടി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലിട്ട് കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ ഫോട്ടോ എനിക്ക് കുറച്ചുകൂടി ബ്യൂട്ടി മോഡലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ ക്ലാരിറ്റി ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്, ഫിൽറ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതാ ഫിൽറ്റർ എടുത്തിട്ട് ഏതിലാണ് കൊടുക്കേണ്ടത് നമുക്ക് ഇവിടുന്ന് മാറ്റി മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ തന്നെ ബ്രൈറ്റ്നസ്, അതേപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ പല ഫീച്ചർ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കേണ്ട ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ആദ്യം ആ ഫോട്ടോ ക്ലാരിറ്റി കുറവാണെങ്കിൽ ഇതിൽ കൊണ്ടിട്ടിട്ട് ആദ്യം ഒന്ന് ക്ലാരിറ്റി ആക്കണം. ഞാനിപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് വളരെ ക്ലിയർ കുറവാണ്. അപ്പോൾ ഇത് ക്ലിയർ ആക്കി ആദ്യം എടുക്കട്ടെ. ഓക്കെ, ഇപ്പം അത് കാണാം നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട്. ഓക്കെ, ലാലേട്ടൻ്റെ ആ ഫോട്ടോ ഞാൻ കളറാക്കാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ ഫോട്ടോ മനോഹരമായിട്ട് കളറായിട്ടുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് അതിനനുസരിച്ചിട്ട് ഇവിടെ മാറ്റം വരുത്താം. അപ്പോൾ ഇത്രയൊക്കെ ഇതിനകത്ത് കാണിച്ചു തരാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇതും നല്ലൊരു ഫീച്ചറാണ്. അങ്ങനെ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും വീഡിയോ. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ പ്രീമിയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഞാൻ സ്ക്രീനിൽ വീഡിയോ കാണിച്ചു തരാം, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ FTM ക്രിയേഷൻ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ FTM ക്രിയേഷന്
ഒരു ലിങ്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ട് കാണാം. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ഇനി നിങ്ങൾ യൂട്യൂബിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ലിങ്ക് ഉണ്ടാവുക. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ പറയുന്നത് പോലെ ചെയ്താലും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിന്റെ അഡ്രസ് ബാറിൽ അല്ലെങ്കിൽ സെർച്ച് ബാറിൽ ടെക്സറ്റ് റൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. TECHZ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെക്സറ്റ് റൈറ്റ് വന്നിട്ടുണ്ടാവും വെബ്സൈറ്റ്. ഇനി വന്നിട്ടില്ലെങ്കിൽ ബാക്കി കൂടി ടൈപ്പ് ചെയ്യാം. RIGHT എന്നിട്ട് ജസ്റ്റ് സെർച്ചിൽ കിട്ടിയ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FTM ക്രിയേഷന്റെ ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ആദ്യം വരാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. വെബ്സൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ AI ഫോട്ടോ എൻഹാൻസറിന്റെ ഈ പോസ്റ്റ് ഉണ്ടായിരിക്കണം എന്നില്ല. ഇപ്പോൾ പുതിയ പോസ്റ്റ് വരുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ അടിയിലായതുപോലെ തന്നെ ഈ പോസ്റ്റും അടിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാം. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഈ AI ഫോട്ടോ എൻഹാൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അവിടുന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതിന്റെ സെർച്ച് ബാർ മുകളിൽ കാണാം. സെർച്ച് ബാറിന്റെ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ചിങ് ഓപ്ഷൻ വരും. എന്നിട്ട് ജസ്റ്റ് AI ഫോട്ടോ എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പോസ്റ്റ് തന്നെ ആദ്യം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ റീഡ് മോർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക. ഈ പേജിൽ 2 ലിങ്കുകൾ ഉണ്ടാവും. അത് കണ്ടെത്തി ഡൗൺലോഡ് ചെയ്യണം. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ കൊണ്ടാണ് അത് ഹിഡൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ലിങ്ക് 1, ലിങ്ക് 2 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഈ 2 ലിങ്കിൽ നിന്നും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ലിങ്കിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. ഇതിന്റെ വലതു ഭാഗത്ത് ഒരു ആരോ മാർക്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് കിട്ടും. ഇനി രണ്ടാമത്തെ ലിങ്ക് കാണിച്ചു തരാം. രണ്ടാമത്തെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലിങ്ക് 2 എന്ന് എഴുതിയത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുക. ഈ വെബ്സൈറ്റിന്റെ ഏറ്റവും താഴത്ത്, അതായത് സ്ക്രോൾ ഒന്നും ചെയ്യേണ്ട, ഇവിടെ തന്നെ ഓപ്പൺ ഇൻ ആപ്പിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ഡൗൺലോഡിങ്ങിന്റെ ആരോ മാർക്ക് കാണാം താഴോട്ടുള്ളത്. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ് പേജ് ഓൺ ആയി കിട്ടും. ഇത് 100% ആകുന്നത് വരെ കാത്തിരിക്കാം. നിങ്ങളുടെ നെറ്റിന്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഇത് ഒരുപാട് സമയം എടുക്കും, ചിലപ്പോൾ പെട്ടെന്നാകും. ഓക്കെ, ഇപ്പോൾ 100% ആയിട്ടുണ്ട്. അടിയിൽ കണ്ടിന്യൂ എന്ന് പറയുന്നത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്ത് ഡൗൺലോഡ് ആവുന്നതാണ്. ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്കിലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അതായത് സെർച്ച് ബാറിൽ FTM ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്യാം. മുഴുവനായിട്ട് തന്നെ സെർച്ച് ചെയ്യണം. FTM ക്രിയേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് പേജാണ് ലഭിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ലൈനിൽ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ കാണാം. ആ ഗ്രൂപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FTM ക്രിയേഷൻ്റെ ഗ്രൂപ്പ് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് അത് വിസിറ്റ് ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് മറിക്കുന്ന സമയത്ത് ഇതുപോലെ FTM ക്രിയേഷൻ നിരവധി പോസ്റ്റുകൾ ഷെയർ ചെയ്തതായിട്ട് കാണാം. ഏത് ആപ്ലിക്കേഷൻ ആണോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാതെ വന്നത് അതിൻ്റെ പോസ്റ്റ് കണ്ടെത്തി കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളെ അഡ്മിൻ പാനൽ സഹായിക്കുന്നതാണ്. FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ജോയിൻ ചെയ്യേണ്ട ലിങ്ക് കമൻറ്റ് ബോക്സിലും ലഭ്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോവും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടിപൊളി ആപ്ലിക്കേഷനുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.